ടു മൈസെൽഫ്, എനിക്ക് ഈ സിറ്റുവേഷൻ കയ്യിൽ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും നിങ്ങളോട് പറയാം. ഐ വിൽ ഇമ്പോസ് കർഫ്യൂ ഇൻ ദാറ്റ് ഏരിയ. അല്ല, ജന്തർ മന്ദർ പരിസരത്ത് ഒരു 4 സ്ക്വയർ കിലോമീറ്ററിൽ കർഫ്യൂ ഇമ്പോസ് ചെയ്യും. ജനക്കൂട്ടത്തോട് പിരിഞ്ഞു പോകാൻ മൈക്കിൽ ആവശ്യപ്പെടും, 3 തവണ ആവശ്യപ്പെടും, പിന്നെ വെടിവെക്കും. ആളുകൾ ചിതറിയോടും. കുറെ പേര് മരിക്കും, കുറെ പേര് മരിക്കില്ല, കുറെ പേർക്ക് അംഗഭംഗം സംഭവിക്കും. ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ട് ഈ രംഗം ശാന്തമാകും. ശവങ്ങൾ പെറുക്കി ആശുപത്രിയിൽ എത്തിക്കും. സോ മെനി തിങ്സ് വിൽ ഹാപ്പൻ. നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്തത് ജന്തർ മന്ദറിലെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരവും ആ സമരത്തെ തുടർന്ന് ഐതിഹാസികമായ കുട്ടികളുടെ വിജയവും തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നമ്മൾ കണ്ട സമരത്തിൽ സമരക്കാരുന്നയിച്ച എല്ലാ ആവശ്യവും ഒരു രക്തരഹിത വിപ്ലവം എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ അത്തരമൊരു വിപ്ലവത്തിലൂടെ സമരക്കാർ പറഞ്ഞ മുന്നോട്ട് വെച്ച എല്ലാ കാര്യങ്ങളും, എല്ലാ ഡിമാൻഡുകളും അംഗീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ആ സമരം ശാശ്വതമായി പരിഹരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അടുത്ത കാലത്തൊന്നും ഒരു സമരവും ഇത്ര കണ്ട് ജനകീയവൽക്കരിക്കുന്നത് കണ്ടിട്ടില്ല, ഇത്ര കണ്ട് വിജയം നേടുന്നതും കണ്ടിട്ടില്ല. എന്നാൽ കുട്ടികൾ മുന്നോട്ട് വെച്ച ഈ 3 ആവശ്യങ്ങളും, അതായത് ഒന്ന് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, മറ്റൊന്ന് ഈ നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കുടുംബത്തിന് പാരിതോഷികം നൽകുക, മറ്റൊരു കാര്യം ഈ കുട്ടികൾക്ക് നേരെ സമരമുഖത്തുണ്ടായിരുന്ന അക്രമങ്ങളെ തുടർന്ന് എടുത്തിരുന്ന കേസുകളെല്ലാം പിൻവലിക്കുക. ഇത് 3 തത്വത്തിൽ അംഗീകരിച്ചു സർക്കാർ. വേണമെന്നുണ്ടെങ്കിൽ ഈ കുട്ടികളുടെ സമരത്തിന് മുന്നിൽ മുട്ടുമടക്കി, അല്ലെങ്കിൽ ജനാധിപത്യപരമായ രീതിയിലുള്ള, അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ വിശുദ്ധി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത്തരമൊരു തീരുമാനത്തിലേക്ക് നീങ്ങി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഇന്നിപ്പോൾ ഒരു ഓൺലൈൻ ചാനലിൽ വന്നുകൊണ്ട് ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ പറയുന്നുണ്ടായിരുന്നു, ഞാനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എങ്കിൽ CJP പാർട്ടിയുടെ, അതായത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ സമരത്തെ നേരിടുന്നത് മറ്റൊരു രീതിയിലായിരിക്കാം. അതായത് 3-4 മണിക്കൂർ മുൻപ് ഈ പരിസരങ്ങളിൽ കർഫ്യൂ പ്രഖ്യാപിക്കുകയും കർഫ്യൂ ലംഘിച്ച് കടക്കുന്ന പ്രവർത്തകർക്ക് മുന്നറിയിപ്പ് നൽകും. ഈ മുന്നറിയിപ്പിനെ അവർ ലംഘിക്കുകയാണെങ്കിൽ വീണ്ടും നിയമ നടപടികളുണ്ടാകും. അതായത് വെടിവയ്പ്പിലേക്കൊക്കെ കാര്യങ്ങൾ കലാശിക്കും. വെടിവയ്പ്പുണ്ടായാലും ഒരു 3-4 മണിക്കൂർ കൊണ്ട് ഈ രംഗം ശാന്തമാക്കാൻ പറ്റും എന്നൊക്കെ ഒരു മാധ്യമത്തിലൂടെ പറഞ്ഞു കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾ ജനാധിപത്യ ഇന്ത്യ കേട്ട് നടുങ്ങിത്തിരിക്കുകയായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷം പിന്നിടുമ്പോൾ വീണ്ടും ഇത്തരം ഒരു നരനായാട്ടിനെ കുറിച്ച് എങ്ങനെയാണ് ഒരാൾക്ക് സംസാരിക്കാൻ കഴിയുക എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. മുൻപ് 1980കളിൽ ചൈനയിലെ ടിയാനൻമെൻ സ്ക്വയറിൽ തടിച്ചുകൂടിയ 20,000 വിദ്യാർത്ഥികൾ, യുവജനങ്ങൾക്കെതിരെ അന്നത്തെ ചൈനീസ് സർക്കാർ പട്ടാളത്തെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ നരനായാട്ടാണ് നമുക്ക് ഓർമ്മ വരുന്നത്. 2000-ലധികം കുട്ടികളാണ് ആ 1 മണിക്കൂറിനുള്ളിൽ അവിടെ പിടഞ്ഞു വീണ് മരിച്ചത് ഈ പട്ടാളത്തിൻ്റെ ഇടപെടൽ മൂലം എന്നുള്ളതാണ്. പാറ്റൻ ടാങ്ക് ഉൾപ്പെടെയാണ് കുട്ടികളെ വെടിവെച്ചും അത് കുട്ടികളുടെ നെഞ്ഞത്തിലൂടെ കയറ്റി ഇറക്കി അവർ കൊന്നതുമൊക്കെയാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടറിഞ്ഞിട്ടുള്ളത്. അത്തരം ഒരു നടപടിക്രമങ്ങളായിരുന്നോ ഇവിടെ ആവശ്യം എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകുന്നത്. ഒരിക്കലും അനുവദിക്കാനോ അംഗീകരിക്കാനോ സാധിക്കാത്ത ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകന്റെ ഭാഗത്തു നിന്ന് വരുമ്പോൾ തീർത്തും അതിനെ അപലപിക്കേണ്ടത് ഒരു മാധ്യമം എന്ന രീതിയിൽ, അല്ലെങ്കിൽ പൗരധർമ്മം എന്ന രീതിയിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് തോന്നുന്നു. എന്താണ് ഫവാസിനെ കുറിച്ച് പറയാനുള്ളത്? എനിക്ക് തോന്നുന്നത് എന്നേക്കാൾ കൃത്യമായിട്ട് പറയാൻ ആധികാരികമായി മീൻസ് അർഹതയുള്ളത് സാറിന് തന്നെ ആയിരിക്കും. കാരണം ഒന്നാമത് ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. ഇപ്പം എനിക്കറിയാം സാറിനൊരു കുട്ടിയുണ്ട്, ആ കുട്ടി ഈ പറഞ്ഞ പോലെ PG പഠിച്ചുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും സാറിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം സാറിൻ്റെ മക്കൾ വലിയ വലിയ ഉന്നതിയിലെത്തണം. നാളെയുടെ ഇന്ത്യയുടെ വാഗ്ദാനങ്ങളായി ഒരുപക്ഷെ രാഷ്ട്രീയത്തിലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടോ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടോ അല്ലെങ്കിൽ DRDOയുടെ ചെയർമാനായിട്ടോ ISROയുടെ ഉന്നത തലങ്ങളിലോട്ടോ അല്ലെങ്കിൽ ഈ അറിയപ്പെടുന്ന IT സെക്ടറിൽ മൈക്രോസോഫ്റ്റിൻ്റെ തലപ്പത്തോ നാസയുടെ തലപ്പത്തോ ഒക്കെ വലിയ തരത്തിൽ സ്വന്തം മക്കളെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു അച്ഛനും അമ്മയും ഉണ്ടാവും.
അപ്പം ഞാനിത് പറയാൻ കാരണം എനിക്കിത് ഇങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഈ പറഞ്ഞ പോലെ ആ ജൻസി വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പം എനിക്ക് ഈ പറഞ്ഞ പോലെ 26 വയസ്സുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഈ പറയുന്നതിനേക്കാൾ എന്തുകൊണ്ടും അതിൻ്റെ അർത്ഥവത്തായ കാര്യങ്ങൾ പറയാൻ യോഗ്യത സാറിന് തന്നെയായിരിക്കും. സാറിന് മനസ്സിലാക്കാൻ പറ്റും സ്വന്തം മക്കൾ ഇത്തരത്തിലുള്ള വലിയ കാഴ്ചപ്പാടുണ്ടാവും, വലിയ ഉന്നതിയിലെത്തണം. സാറിനും അതിലേറെ ആഗ്രഹങ്ങളുണ്ടാവും, സ്വന്തം മക്കൾ എവിടെയെങ്കിലും എത്തണം എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ആ മക്കളെ അവർക്ക് വേണ്ട എക്സാം കണ്ടക്ട് ചെയ്യേണ്ട രാജ്യത്തിൻ്റെ ഉന്നത പീഠങ്ങളിൽ ഇരിക്കുന്ന പ്രധാനമന്ത്രിയും മന്ത്രിമാരും അവരാണ് ഈ പറഞ്ഞ പോലെ എക്സാം കൃത്യമായി ടെസ്റ്റ് നടത്തേണ്ടതും. അപ്പോൾ ഇത്തരത്തിൽ ഇവർ രാപ്പകലില്ലാതെ പഠിച്ച് അധ്വാനിച്ച് എക്സാം പോയി എഴുതുന്നു. അത്തരത്തിലുള്ള പേപ്പറുകൾ ചോർച്ച 1, 4, 3, 4 വട്ടമൊന്നുമല്ല, പല പ്രാവശ്യം ഏകദേശം 8-9 പ്രാവശ്യം ചോദ്യപേപ്പർ ചോർന്നു പോകുന്നു. എല്ലാ എക്സാമുകളും ചോർന്നു പോകുന്നു. കൃത്യമായിട്ട് എക്സാം നടത്തുന്നില്ല. സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികൾക്ക് ഇത് പരിധി വിട്ട് കഴിഞ്ഞപ്പോൾ രോക്ഷം വരുന്നു. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ അവർക്ക് വേറെ നിവൃത്തിയില്ല. കാരണം അവരുടെ ഭാവിയാണ് ഈ കാലം കഴിയുന്നതോടെ ഇല്ലാണ്ടായി പോകുന്നത്. സ്വാഭാവികമായിട്ട് അവരെല്ലാവരും ഒരുമിച്ച് കൂടി സമരം ചെയ്യുന്നു. അപ്പം സാറ് ആലോചിക്കുക, സാറൊരു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. സാർ ചിന്തിക്കുമോ എൻ്റെ മകളെ ഞാൻ വെടിവെച്ച് കൊല്ലുവിറ്റങ്ങളെല്ലാവരും? അപ്പോൾ എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ ആലോചിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു മാധ്യമപ്രവർത്തകനാവണമെന്ന് ഇതിനില്ല, ഒരു പച്ചയായ മനുഷ്യനായാൽ മതി ഇത്തരത്തിൽ മനുഷ്യന്മാരെ ഇങ്ങനെ കൊന്നൊടുക്കാൻ. അദ്ദേഹം പറഞ്ഞ കാര്യം എങ്ങനെയാണ്, ഞാനായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമായി അവിടെ ഈ പറഞ്ഞ പോലെ 4.5 സ്ക്വയർ കിലോമീറ്ററിൽ ഏകദേശം കർഫ്യൂ പ്രഖ്യാപിക്കും. കർഫ്യൂ പ്രഖ്യാപിച്ചതിന് ശേഷം ഞാൻ 3 പ്രാവശ്യം അനൗൺസ്മെൻറ്റ് നടത്തും. എല്ലാവരും പിരിഞ്ഞു പോകാൻ ഞാൻ അനൗൺസ്മെൻറ്റ് നടത്തും. എന്നിട്ടും നിങ്ങൾ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വെടിവെക്കാൻ ഉത്തരവിടും. അതിൽ കുറേ ആൾക്കാർ മരിച്ചു പോകും, കുറേ ആൾക്കാർ ചത്തുപോകും. ആ ചത്തുപോയവരെല്ലാവരും ഈ പറഞ്ഞ പോലെ ഒരു എന്തിനെങ്കിലും ആക്കി കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തള്ളും. പിന്നീട് അദ്ദേഹം പറഞ്ഞത് അതിൽ കുറേ ആൾക്കാർ മരിക്കും, കുറേ ആൾക്കാർക്ക് പരിക്കേക്കും, കുറേ ആൾക്കാർക്ക് അംഗവൈകല്യം സംഭവിക്കും. അതായത് ഡിസേബിലിറ്റി പേഴ്സൺസ് ആവും. ആ വെടിവെപ്പിൽ കുറേ എണ്ണത്തിന് കണ്ണിൻ്റെ കാഴ്ച പോകും, ചെവിക്ക് കേൾവി നഷ്ടപ്പെടും, കയ്യും കാലും പോകും, അംഗവൈകല്യം പോകും. സ്വന്തം ഈ പറഞ്ഞ പോലെ നാളെയുടെ തലമുറയാണ് ഇദ്ദേഹം ഇത്തരത്തിൽ സ്വന്തം മക്കൾ അതിലുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇങ്ങനെ പറയുമോ എന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തെ ചോദിക്കാനുള്ളത്. കാരണം ഈ പറഞ്ഞ പോലെ നാളെയുടെ യുവ വാഗ്ദാനങ്ങളാണ് ഇവരെല്ലാവരും. ഇപ്പം ഈ പറയപ്പെട്ട പോലെ എനിക്കൊരുപാട് ആഗ്രഹങ്ങൾ, ഞാനൊരു വിദ്യാർത്ഥിയാണ്. അതേപോലെ തന്നെ സാറിൻ്റെ മക്കൾ ഒരുപാട് ആഗ്രഹങ്ങൾ അവർക്കും ഉണ്ടാവും. അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ ഈ പറഞ്ഞ പോലെ അവരുടെ ആവശ്യങ്ങൾ അവർക്ക് വേണം, പൈസ വേണമെന്നോ വലിയ കെട്ടിടങ്ങൾ വേണമെന്നൊന്നല്ല അവർ പറയപ്പെടുന്നത്. അവർക്ക് നടത്തുന്ന എക്സാമുകൾ കൃത്യമായി കണ്ടക്ട് ചെയ്യണമെന്നൊരു ഒറ്റ ആവശ്യം മാത്രമേ അവർ ഉന്നയിക്കുന്നുള്ളൂ. അപ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ കൃത്യമായി നടത്തില്ല എന്നല്ല, പല ചോദ്യപേപ്പറും ചോർന്നു പോകുന്നു. അതിനെതിരെ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ അവർ സമരം ചെയ്യുന്നു. അദ്ദേഹം ഇനി അവിടെ ഇരിക്കണ്ട, കാരണം ഞങ്ങളുടെ ഭാവിയിൽ പേടിയുണ്ട്. അദ്ദേഹത്തെ പോലെ നേതാവ് വീണ്ടും അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങളുടെ ഭാവിയിൽ പേടിയുണ്ട് എന്നുള്ള ഒരൊറ്റ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് അവർ സമരത്തോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ആ വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലണം എന്നൊക്കെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഹീസ് എ കൈൻഡ് ഓഫ് സൈക്കോ എന്ന് പറയേണ്ടി വരും. അല്ലാണ്ട് എന്താണ് അദ്ദേഹത്തെ, ഏത് വാക്കുകൾ കൊണ്ടാണ് അദ്ദേഹത്തെ ഉദ്ധരിക്കുക എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പം മേ ബി ഞാൻ ഈ പറഞ്ഞ വികാരം കൊണ്ട് അല്ലെങ്കിൽ വൈകാരികമായിട്ട് പറയുന്നതായിരിക്കാം. പക്ഷേ എനിക്ക് ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക്, ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സ്റ്റാറ്റസ് അതെല്ലാം ഞാൻ മാറ്റി നിർത്തുന്നു. ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു പച്ചയായ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് എന്നെക്കൊണ്ട് ഒരാളെ പോലും, അത് വാർദ്ധക്യം ബാധിച്ച ഒരാളായിക്കോട്ടെ, അല്ലെങ്കിൽ യൗവനത്തിലൂടെ കടന്നു പോകുന്ന യുവാവായിക്കോട്ടെ, ആരായിക്കോട്ടെ, ആണായിക്കോട്ടെ, പെണ്ണായിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, അവരെ ഇത്തരത്തിൽ പച്ചക്ക് കൊന്നു കളയണം. അവരെ കുറേ എണ്ണം ചത്തുപോകുമായിരിക്കാം, കുറേ എണ്ണത്തിന് അംഗവൈകല്യം സംഭവിക്കുമായിരിക്കാം. പക്ഷെ ഞാൻ വെടിവെക്കും എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് എന്താണ് സമൂഹത്തോട് എന്നുള്ളതാണ്. അതെ ഫവാസ്, ഇത് ഗുരുതരമായൊരു എന്താ പറഞ്ഞൊരു വെളിപ്പെടുത്തലാണ് അദ്ദേഹത്തിൻ്റെ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രതികരണമാണ്. നോക്കൂ, നമുക്ക് 1947 സ്വാതന്ത്ര്യം കിട്ടുന്നു. ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ അനേക ലക്ഷങ്ങളാണ് പിടഞ്ഞു വീണ് മരിച്ചത്. അന്ന് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി വെടികൊണ്ട് മരിച്ചവരാരും സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ആരും ശ്വസിച്ചിട്ടില്ല. നമുക്ക് വേണ്ടിയാണ് അവരുടെ അധ്വാനത്തിന്റെ ബാക്കിയാണ് നമ്മൾ ശ്വസിക്കുന്ന ഓരോ വായു. അവരുടെ സമരവീര്യത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ആ വിപ്ലവ വീര്യത്തിന്റെ സ്വാതന്ത്ര്യം വേണം, എൻ്റെ ജന്മഭൂമി സ്വതന്ത്രയാകണം, എൻ്റെ പിന്മുറക്കാർക്ക് ഇനി സ്വാതന്ത്ര്യം വേണം, അടിമത്തത്തിന്റെ ചങ്ങല അവരുടെ കാലിൽ പാടില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി ബ്രിട്ടീഷുകാരൻ്റെ വെങ്കല പീരങ്കിക്ക് മുന്നിൽ അവർ നെഞ്ചു വിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അവർക്കറിയാം അവരുടെ കയ്യിലുള്ള വാരിക്കുന്തങ്ങളോ അല്ലെങ്കിൽ ഗാന്ധിജി വിഭാവനം ചെയ്ത സഹന സമരം കൊണ്ടോ ഒന്നും ഒരിക്കലും നമുക്ക് ബ്രിട്ടീഷുകാരനെ നേരിടാൻ സാധിക്കില്ല എന്നറിയാം. ഒരു ആദർശം മാത്രമായിരുന്നു അവരുടെ ആയുധം. പക്ഷേ അന്ന് വെടിയേറ്റ് പിടഞ്ഞു വീണ് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി സമരം നയിച്ച് പിടഞ്ഞു വീണ് മരിച്ച ആത്മാക്കൾ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം കണ്ട് അത്തരത്തിൽ അവർ പുളകം കൊള്ളുന്നുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയാണത് ആ ഒരു തലമുറ ആ ജീവത്യാഗം ചെയ്തത്. ഇവിടെ ഇന്നത്തെ കുട്ടികൾ നടത്തുന്ന സമരം അവരുടെ ജനാധിപത്യപരമായ രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള മര്യാദകളും പാലിച്ചുകൊണ്ട് തന്നെയാണ്. പൗരസ്വാതന്ത്ര്യം അവർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ള ഫ്രീ സ്പീച്ച്
അഭിപ്രായ സ്വാതന്ത്ര്യം, സമരം ചെയ്യാനുള്ള സമാധാനപരമായി നമ്മുടെ അഭിപ്രായ പ്രകടനം നടത്തുക. ആ അഭിപ്രായ പ്രകടനം സ്വീകരിക്കപ്പെടുന്നില്ലെങ്കിൽ പിന്നീട് സമരത്തിലേക്ക് പോകുക. ഗാന്ധിയൻ സിദ്ധാന്തത്തിലുള്ള സഹന സമരം തന്നെയാണ് അവർ അവിടെ ആവിഷ്കരിച്ചത്. അതിനിടയിൽ ആരൊക്കെയോ മറ്റുള്ള ആളുകൾ കടന്നു കയറി അത് കലാപകലുഷിതമാക്കി മാറ്റുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കുട്ടികളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഇത്രയും ഫവാസ് സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 20 വയസ്സിനും ഈ 26 വയസ്സിനൊക്കെ ഇടയിലുള്ള കുട്ടികൾ തന്നെയാണ് ജെൻസി വിഭാഗത്തിൽപ്പെടുത്തി നമ്മളവരെ മനസ്സിലാക്കുന്നു. അവരുടെ വൈകാരികമായിട്ടുള്ള ആവേശം അണപൊട്ടി ഒഴുകിയിട്ടുണ്ടെങ്കിൽ പോലും ആ കുട്ടികളൊക്കെ വെടിവെച്ചു കൊല്ലണം എന്നെങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുക? വികാരപരമായ ഒരു തീരുമാനമല്ല അല്ലെങ്കിൽ ഒരു നടപടിക്രമങ്ങളല്ലല്ലോ അവിടെ വേണ്ടത്. എന്താണ് അവരുടെ യഥാർത്ഥ പ്രശ്നം എന്ന് ചോദിച്ചറിഞ്ഞ് അത് അവർ കേൾക്കാൻ തയ്യാറാവണം. അവരുടെ പ്രശ്നം എന്താണ്? ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ രാജ്യശില്പികൾ എന്ന് എല്ലാ രാഷ്ട്രീയക്കാരും ഘോരം പ്രസംഗിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നരേന്ദ്രമോദിയും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രധാനമന്ത്രി, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞത്, ഈ കുട്ടികളിൽ ഞാൻ ഭാവി ഭാരതത്തെ കാണുന്നു. അതൊരു സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് കുറച്ച് കുട്ടികൾ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് അത്തരത്തിലൊരു പ്രവർത്തനം നടത്തിയപ്പോൾ അവർ ശ്ലാഘിച്ചുകൊണ്ട് അവരെ അഭിനന്ദിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി അത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തിയത്. അങ്ങനെ അദ്ദേഹം ആത്മാർത്ഥമായിട്ട് കുട്ടികളെ, യുവജന വിഭാഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തെരുവിൽ അവർക്ക് നേരിട്ട ഒരു വിഷയത്തെക്കുറിച്ച് അവർ സംസാരിക്കുമ്പോൾ, അവർ രാവും പകലും സമരം ഇരിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് ചോദിച്ചറിയേണ്ടത് ഒരു ജനാധിപത്യ ഭരണകൂടത്തിൻ്റെ മര്യാദയാണ്, അവരുടെ ധാർമ്മികതയാണ്. ഒരു കാരണവശാലും ഞാനും ഫവാസും ഓരോരോ വ്യക്തികൾ തന്നെയാണ്, നമുക്ക് പൗരസ്വാതന്ത്ര്യമുണ്ട്. അപ്പം ഞാൻ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ ഞാൻ ഈ സമരം കൈകാര്യം ചെയ്യുന്ന രീതി ഇന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തീവ്രവാദ നിലപാടുകളോടുകൂടി, അതായത് സമരം ചെയ്യുന്നവർക്കെതിരെ ഞങ്ങൾ അടിച്ചമർത്തും എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു കാരണവശാലും സംസ്കൃത സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റിയ ഒരു കാര്യമല്ല. നമ്മളുടെ പ്രതികരിക്കാനുള്ള ശക്തി, നമുക്ക് പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇതൊക്കെ ഭരണഘടന നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണെന്നേ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അനീതി നടന്നു, ഒരു അക്രമം നടന്നിരിക്കുന്നു, അഴിമതി നടന്നിരിക്കുന്നു എന്ന് കാണുമ്പോൾ ആരാണ് പ്രതികരിക്കാതിരിക്കുക? അങ്ങനെ പ്രതികരണ ശേഷിയുള്ള ഒരു വിഭാഗത്തിലൂടെ വളർന്നു വരേണ്ടത്. ഈ കുട്ടികളല്ലേ നാളെ ഈ ഭാരതത്തെ നയിക്കേണ്ടത്. അപ്പോൾ നീറ്റ് പരീക്ഷയുമായി നടന്നിരിക്കുന്ന ക്രമക്കേടുകൾ നരേന്ദ്രമോദി സർക്കാർ വരുന്നതിന് മുമ്പ് നടന്നിട്ടില്ല എന്നല്ല പറയുന്നത്. എന്നാൽ ഈ സമയത്ത് നടന്നിട്ടുള്ള ഇതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ആ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കട്ടെ എന്ന് ഈ കുട്ടികൾ പറയുമ്പോൾ അതേക്കുറിച്ച് ആലോചിക്കാൻ സർക്കാരിന് സാധിക്കണമായിരുന്നു. കുട്ടികൾ പറയുന്ന ആവശ്യം ന്യായമല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് പിന്നെ ധർമ്മേന്ദ്ര പ്രധാനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് ഇങ്ങനെ ഒരു ഉത്തരവിട്ടത്? അപ്പോൾ കുട്ടികളുടെ ആവശ്യത്തിൽ ന്യായമുണ്ടായിരുന്നു. അവർ എന്താണ് യാതൊരു തരത്തിലുള്ള പ്രകോപനം ഉണ്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ അവരെവിടെയെങ്കിലും അടിച്ചു തകർത്തിട്ടില്ല, ഒരു പൊതുമുതൽ നശിപ്പിച്ചിട്ടില്ല. പക്ഷേ എങ്കിലും അവരുടെ ഈ സമരത്തിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിൽ ഒന്നായിരുന്നു കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ളത്. അത് ന്യായമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണല്ലോ കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള ഈ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ FB കുറിപ്പിട്ടത്. മാത്രമല്ല, ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട് സിനിമാ നടി രഞ്ജിനി ഹരിദാസ് ഒക്കെ പറഞ്ഞത്, ഒരുപാട് കാലത്തിന് ശേഷം രഞ്ജിനി ഹരിദാസിനൊക്കെ ഒരുപാട് കംഫേർട്ട് സോൺ, ഭയങ്കര സെക്യൂർ, നമ്മൾ ആലോചിച്ചു നല്ലൊരു ശതമാനം അവിടെ ആൺപിള്ളേരാണ്. ആൺപിള്ളേരുടെ ഇടയിൽ നിൽക്കുമ്പോൾ പോലും എനിക്ക് ഭയങ്കര സെക്യൂറായിട്ട്, ഞാൻ അത്രയും സുരക്ഷിതമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു എന്ന് പറയുമ്പോൾ ആ യുവാക്കൾക്ക് ഈ പറഞ്ഞ പോലെ കൃത്യമായി അറിയാം അവരെന്താണ് ചെയ്യുന്നത്, എന്താണ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്, എന്താണ് അവരുടെ ലക്ഷ്യബോധം കൃത്യമായിട്ട് യുവാക്കൾക്ക് ഉണ്ട്. അപ്പം അതിന് തരത്തിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ സൈബർ മീഡിയ വരുന്നു. എന്താ പറയുക, പെൺകുട്ടികളെ ആൺകുട്ടികളെയും ഇടകലർത്തിയിട്ടുള്ള പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഈ പറഞ്ഞ പോലെ റൈറ്റ് വിങ് മീഡിയകളിൽ നിന്ന് വരുന്നു. പക്ഷേ രഞ്ജിനി ഹരിദാസിനെ പോലുള്ള പല സിനിമാ നടിമാരടക്കം പറഞ്ഞത്, ഞാനടക്കം ഏറ്റവും കൂടുതൽ സേഫായി എനിക്ക് തോന്നിയ സ്ഥലം, കുറേ കാലത്തിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ സേഫ് എന്ന് തോന്നിയത് ഈ സ്ഥലത്താണെന്നാണ് പറഞ്ഞത്. അല്ല, അത് ഈ 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്, ഒരു വിഷയമുണ്ടാകുമ്പോൾ ആ വിഷയത്തിൻ്റെ യഥാതഥമായ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കലും. ഇപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ നേരത്തെ ഫവാസ് സൂചിപ്പിച്ച പോലെ ഞാൻ 2 കുട്ടികളുടെ പിതാവാണ്, 2 പേരും പഠിക്കുകയാണ്. ഫവാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ യുവാക്കളുടെ സ്വപ്നങ്ങളൊക്കെ അവർക്കും ഉണ്ടാകും. അപ്പോൾ ഈ നീറ്റ് പരീക്ഷ പോലുള്ള അത്രയും പ്രാധാന്യത്തോടെ കുട്ടികൾ ഉറക്കമുളച്ചിരുന്ന് ഒരു ജീവിതം അതിലൂടെ കരിപ്പിടിപ്പിക്കാമെന്ന് കണക്കാക്കി അവർ ഉറക്കമുളച്ചിരുന്ന് പഠിച്ച് എഴുതുന്ന ആ പരീക്ഷ തന്നെ പിന്നീട് റദ്ദാക്കുന്നു, അല്ലെങ്കിൽ ക്രമക്കേട് നടന്നിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ താങ്ങാൻ പറ്റാത്ത കുട്ടികൾ പലരുമാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടികളുടെ വികാരത്തെ നമുക്ക് എന്തായാലും മനസ്സിലാക്കണം. നാളെ ഒരു ഭാവി നമുക്ക് രൂപീകരിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കുട്ടികളോട് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം പാടില്ല. ഇനി മറ്റൊരു കാര്യം എടുത്തു പറയുമ്പോൾ, സർക്കാർ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യങ്ങൾ അതിൻ്റെ ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നം എങ്ങനെയാണ് ഒരു പ്രശ്നത്തിൽ പരിഹാരം കാണുക എന്നുള്ളത് തന്നെയാണ് ജനാധിപത്യത്തിൻ്റെ അല്ലെങ്കിൽ പൊതുപ്രവർത്തനത്തിൻ്റെ മുഖമുദ്ര.
ഒരു വിഷയമുണ്ടാകുമ്പോൾ എത്രയും പെട്ടെന്ന് ആ വിഷയം ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് വിഭാഗക്കാർ അല്ലെങ്കിൽ എത്ര വിഭാഗക്കാരും ആയിക്കോട്ടെ, ഇവർക്ക് എല്ലാവർക്കും രമ്യമായ രീതിയിൽ ഒരു പരിഹാരം അതിന് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് പൊതുപ്രവർത്തനത്തിൻ്റെ കാതലായിട്ടുള്ള വശം. അത് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കുട്ടികളെ കേൾക്കുകയും അവരുടെ പ്രശ്നം ജെനുവിനാണ് എന്ന് മനസ്സിലാക്കി അതിലൊരു പ്രശ്നം അതിലെ കാതലായ വിഷയം എന്താണെന്ന് കണക്കാക്കി അതിനൊരു പരിഹാരം തേടലുമാണ് ജനാധിപത്യത്തിൻ്റെ വിശുദ്ധി മര്യാദ. അത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സമ്മർദ്ദങ്ങൾക്കൊടുവിലാണെങ്കിൽ പോലും ഇവിടെ ഈ മാധ്യമപ്രവർത്തകൻ്റെ അത്തരം ജൽപ്പനങ്ങളിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അതൊരിക്കലും ജനാധിപത്യ സമ്പ്രദായത്തിന് ചേർന്നതല്ല. ടിയാനമെൻ സ്ക്വയറിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1980-കളിലാണ് അതുണ്ടായത്. അപ്പോൾ ഈ എന്താവശ്യം ഉന്നയിച്ചുകൊണ്ടായാലും ആര് സമരം ചെയ്യുമ്പോഴും ആ സമരത്തിൻ്റെ പുറകിൽ അവർക്കുള്ള വികാരം എന്താണ് അവരുടെ അടിസ്ഥാന പ്രശ്നം എന്ന് പഠിക്കുകയും അതിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കാതെ ഇത്തരം ഭരണകൂടത്തിനെതിരെയുള്ള ഒരു കടന്നുകയറ്റമാണ്, അത് അനുവദിക്കാൻ പാടില്ല, അതിൻ്റെ പുറകിൽ ഭീകരശക്തികളുണ്ട്, എന്നാൽ അവരെ വകവരുത്തിയേക്കാം, ഞാനാണെങ്കിൽ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധമായ പ്രവൃത്തിയാണ്. അല്ലെന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ കലാപം അഴിച്ചു വിടുന്നതിന് വേണ്ടി കലാപാഹ്വാനത്തിനും ഉതകുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയായിട്ട് മാത്രമേ ഞാനതിന് മനസ്സിലാക്കുന്നേ ഉള്ളൂ. മുതിർന്ന മാധ്യമ പ്രവർത്തകനായാലും അല്ലെങ്കിൽ മാധ്യമരംഗത്തേക്ക് കടന്നു വരുന്ന ആളുകൾ ആരായാലും നമുക്ക് ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയം ഉണ്ടാവും. പക്ഷേ ഇത് പൊതുവായി മനസ്സിലാക്കേണ്ടത് ഈ കുട്ടികൾ ഏതെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാക്കി അവിടെ ഇറങ്ങി തിരിച്ചവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ BJP-യോട് അനുഭവമുള്ളവർ, കോൺഗ്രസിനോട് അനുഭവമുള്ളവർ, CPM-നോട് അനുഭവമുള്ളവർ, അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് ഇതര രാഷ്ട്രീയ കക്ഷികളോട് അനുഭവമുള്ള കുട്ടികളുണ്ടാവും. പക്ഷേ അവരുടെ രാഷ്ട്രീയം അവിടെ അവർ ചർച്ച ചെയ്തിട്ടില്ല. അഥവാ അവരുടെ ഒരേ ഒരു ആവശ്യം ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളിലുള്ള പരിഹാരം മാത്രമാണ് അവർ മുന്നോട്ട് വെച്ചത്. അല്ലാണ്ട് നരേന്ദ്രമോദി സർക്കാർ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫേവറബിൾ ആക്ഷൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്ന് അവർ പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞ 3 ആവശ്യങ്ങളും ജെനുവിനായിരുന്നു. അത് അംഗീകരിക്കാതെ സർക്കാരിന് ഒരു അടി പോലും ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സർക്കാർ ഒരു തീരുമാനമെടുത്തത്. അതെന്തായാലും ജനാധിപത്യത്തിൻ്റെ ഒരു വിജയമായി ഞാൻ കണക്കിലെടുക്കുന്നു. ഇവിടെ ഈഗോ ഒരു പ്രശ്നമില്ല. കുട്ടികൾ സമരം ചെയ്ത് ഞങ്ങളെ മുട്ടുകുത്തിച്ചൊന്നും സർക്കാരിന് തോന്നേണ്ടതില്ല. കുട്ടികളുടെ സമരത്തെ ഞങ്ങൾ അടിച്ചൊതുക്കും എന്നുള്ള രീതിയിലുള്ള പ്രസ്താവന നടത്തുന്നവർക്കും അത്രയും ഈഗോ തോന്നേണ്ട ആവശ്യമില്ല. ഇവർ നമ്മുടെ കുട്ടികളാണ്. നമ്മുടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ നാളെ നയിക്കേണ്ട കുട്ടികൾ തന്നെയാണ്. അപ്പോൾ ഓരോ കുട്ടിയിലും നമുക്ക് ഈ ഭാരതത്തിൻ്റെ പ്രതീക്ഷകൾ കാണാൻ സാധിക്കണം. അപ്പോൾ ആ കുട്ടികൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ എന്ത് തന്നെയാവട്ടെ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ശ്രമിക്കുകയും ഒരു അനുരഞ്ജനത്തിലൂടെ അവരൊരു മേശയ്ക്ക് ചുറ്റുവരുത്തി അവരോട് സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കാതെ നമ്മൾ അവരെ കർഫ്യൂ പ്രഖ്യാപിച്ച് വെടിവെച്ച് കൊല്ലേണ്ടതാണെന്നൊക്കെ പറയുമ്പോൾ അത് കാട്ടുനീതിയായി മാത്രമേ, ബാർബേറിയൻ സിദ്ധാന്തമായിട്ട് മാത്രമേ നമുക്കതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായും അത് അപലപിക്കേണ്ട കാര്യം തന്നെയാണ്. ഇത് ജനാധിപത്യത്തിൻ്റെ വിജയം തന്നെയാണ് കുട്ടികളുടെ ഈ സമരം. ഇനി രഞ്ജിനി ഹരിദാസിനെ പോലുള്ള ആളുകൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് അവർക്ക് അവിടെ ഒരു ഇൻസെക്യൂരിറ്റി ഫെയിൽ ചെയ്തില്ല എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഉൾക്കൊള്ളുന്നു. പക്ഷേ ഈ കേരളത്തിലും സമാനമായിട്ടുള്ള വിഷയങ്ങളുണ്ടായിരുന്നു. ഈ PSC-യുമായിട്ടുള്ള വിഷയങ്ങളുണ്ടായിരുന്നു. റാങ്ക് ഹോൾഡേഴ്സിന് പോലും ജോലി കിട്ടാത്ത അവസരങ്ങളുണ്ടായിരുന്നു. ഒരു മുട്ടിലിഴയുന്നത് കണ്ടു, മണ്ണുവാരി കഴിക്കുന്നത് കണ്ട്, മുടി മുറിച്ച് സമരം ചെയ്യുന്നത് കണ്ട് അന്ന് ഈ രഞ്ജിനി ഹരിദാസ് ഉൾപ്പെടെയുള്ള സെലിബ്രിറ്റീസിൻ്റെ ഇത്തരം പ്രകടനങ്ങൾ നമ്മൾ കണ്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ യഥാതഥമായ ഒരു പ്രശ്നത്തെ സമീപിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഏതെങ്കിലും തരത്തിൽ സമരത്തിന് എരുതി പകരുകയോ എരുതിയിലേക്ക് എണ്ണ പകരുകയോ അല്ല ചെയ്യേണ്ടത്. പ്രശ്നങ്ങളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കി അതിനോട് അനുഭാവം പ്രകടിപ്പിച്ചത് ഏത് വിധേനയും ഒത്തുതീർപ്പിലാക്കാനുള്ള ഒരു ഫോർമുലയ്ക്കാണ് നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടത്. അതാണ് ജനാധിപത്യത്തിൻ്റെ വിശുദ്ധിയും മര്യാദയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.